നമ്മൾ കോട്ടയുടെ മുകളിൽ കയറുകയാണെങ്കിൽ താഴോട്ട് നോക്കിയാൽ നമുക്ക് റോഡ് കാണാൻ സാധിക്കില്ല. അത്രമാത്രം തിരക്കാണ്, അത്രമാത്രം ഭക്തരുടെ ഒഴുക്കാണ് ഇപ്പോൾ ഇങ്ങോട്ട് കാണുന്നത്. എല്ലാ സ്ത്രീകളും പല ഭാഗത്തു നിന്നുള്ള, കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള സ്ത്രീകളുടെ ഒരു സംഗമ ഭൂമിയായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഓരോ കോണുകളെന്ന് പറയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ്. ഫ്രെയിമിൽ കാണാൻ സാധിക്കുന്നുണ്ട് വളരെയധികം ആളുകളാണ്. അവരും ഈ നേരത്തെ ആറ്റുകാലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത പോലെ അവരാരും കാത്തു നിൽക്കുന്നില്ല, ഓടുകയാണ്. കാരണം ഒരു ദർശനം അത് കഴിഞ്ഞ് അവർക്ക് വീണ്ടും മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണം. ഇപ്പം നമ്മൾ കിഴക്കേക്കോട്ടെ നിൽക്കുന്നത്, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്. അതിന് ഇടതുവശത്തായിട്ടാണ് കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡ് വരുന്നത്. അതിന് നേരെയാണ് ചാല മാർക്കറ്റ്. ചാല മാർക്കറ്റിൻ്റെ ഒക്കെ ഒരു തിരക്ക് നമുക്കറിയാമല്ലോ, സാധാരണ ഒരു ദിവസം തന്നെ. കാരണം എല്ലാം അവിടെ നമുക്ക് ലഭ്യമാണ്. തിരുവനന്തപുരം ജനതയുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു പ്രദേശമൊക്കെ. അപ്പോൾ ആറ്റുകാൽ ഉത്സവം തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെയുള്ള തിരക്ക് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് തരാൻ കഴിയില്ല, അത്രമാത്രം തിരക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. നമുക്കതിനെ ഇന്ന് നാളെ എന്ന തരത്തിൽ വേർതിരിച്ച് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ തന്നെ ഇത് ആറ്റുകാൽ പൊങ്കാലയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇവിടെ ധാരാളം പേരുണ്ട്. കുറേ അമ്മമാർ ഇവിടെ കച്ചവടത്തിനായിരിക്കുന്നുണ്ട്. നമുക്ക് അമ്മമാരോടൊന്ന് ചോദിച്ചു നോക്കാം. അമ്മ പേരെന്താ? എൻ്റെ പേര് ശാന്ത. എത്ര ദിവസമായി ഇവിടെ ഇരിക്കുന്നു? ഞാൻ ഇന്ന് രാവിലെയാണ് വന്നത്. എല്ലാ വർഷവും ഇവിടെ വരാറില്ലേ? കച്ചവടം വരും. എൻ്റെ അമ്മയുള്ള കാലം തൊട്ടേ വരെയാണ്. എന്ത് തോന്നുന്നു? നമുക്ക് ഇപ്പോൾ കച്ചവടം എന്ന് വെച്ചാൽ ഈ പണി ചെയ്യേണ്ട സാധനം കിട്ടാതെ ഇരുന്ന് ഇപ്പോൾ ഒരാഴ്ച ആയില്ല, കുറച്ച് സാധനം കിട്ടിയതേ ഉള്ളൂ. അങ്ങനെ അതും കൊണ്ടാണ് പെട്ടെന്ന് ജോലി ചെയ്ത് കൊണ്ടുപോകുന്നത്. നമ്മൾ എല്ലാ വർഷവും വരണതല്ലേ. എങ്ങനെ തോന്നുന്നു? മുൻ വർഷങ്ങളേക്കാൾ അധികം തിരക്കുണ്ടോ? തിരക്കുണ്ട്. അത് തന്നെയാണ് ദിവീഷ്, ധാരാളം തിരക്കുണ്ട്. ആളുകളൊക്കെ ഇവിടെ വന്ന് അവർക്ക് പത്മനാഭസ്വാമിയെ കാണണം. അതിനുശേഷം ഇവരിങ്ങനെ ഇവിടേക്ക് ഒരുവിധം എല്ലാ വഴിയോരങ്ങളും നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ തന്നെ പൊങ്കാല അടുപ്പുകളൊക്കെ കൂട്ടി തങ്ങളുടെ സ്ഥലമൊക്കെ അവർ പിടിച്ചു വെച്ചു.